രാജീവേട്ടനാണ് നമ്മളെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇന്റർവ്യൂവിൽ രാജീവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡാൻസ് എവിടെ നിന്നാണ് പഠിച്ചത്, ആരാണ് പഠിപ്പിച്ചത് എന്നൊന്നും നമ്മൾ ആരെയും കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അന്നത്തെ ഡാൻസ് ടീമിനെയും പിന്നെ മാസ്റ്ററെ ഒക്കെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ രാജീവേട്ടന് അന്നത്തെ ആരെങ്കിലും പേര്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ഡാൻസ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡാൻസ് സ്റ്റെപ്സ് പഠിപ്പിക്കാനല്ല. നമ്മളെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഈയിടെ വൈറലായ ഫെയർ ആൻഡ് ലവ്ലി എന്ന സോങ്ങിന് പാടി വൈറലായി രാജീവേട്ടനാണ് നമ്മളെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാജീവേട്ടനെ ക്ഷണിക്കാം. അപ്പോൾ ഇതാണ് രാജീവേട്ടൻ. രാജീവേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിയെ സോങ് അടിച്ചുപൊളിച്ച് പാടി ഇപ്പോൾ നമുക്ക് വൈറലായ ഒരു സാധനമാണ്. അപ്പോൾ രാജീവേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം. ഇപ്പോൾ ആ വൈറലായതിനു ശേഷം രാജീവേട്ടൻ്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല കോളുകൾ വരുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വീട്ടിലടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. നാട്ടിലൊരു പൂർവ്വ വിദ്യാലയ സംഗമം ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയി. അതിന് ഇന്നലെ ഉച്ചയ്ക്ക് പഞ്ചസ്ഥലത്തു നിന്നാണ് വിളി വരുന്നത്. നിരീഷ് മാസ്റ്റർ എന്ന സാറാണ് വിളിച്ചത്, നിങ്ങൾ വരാൻ പറ്റുമൊക്കെ ചോദിച്ചത്. ഞാൻ പോയി പാടി പോന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാജീവേട്ടൻ പരിപാടി കഴിഞ്ഞു വരികയാണ്. അപ്പൊ അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ കാര്യമായിട്ട് നമുക്കൊരു ആദരവ് മൂവ്മെന്റ് ഒക്കെ തന്നു. പിന്നെ ഈ വയറിലുകാരൻ പാടാൻ പറഞ്ഞു, പാടി. അപ്പൊ രാജീവേട്ടൻ ഇതിന്റെ ഇടയായിട്ട് നമ്മളെ ഒരു ഇന്റർവ്യൂവിൽ രാജീവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്നത്. അപ്പൊ ഡാൻസ് എവിടെ നിന്നാണ് പഠിച്ചത്, ആരാണ് പഠിപ്പിച്ചത് എന്നൊന്നും നമ്മൾ ആരെയും കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അന്നത്തെ ഡാൻസ് ടീമിനെയും പിന്നെ മാസ്റ്ററെ ഒക്കെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ രാജീവേട്ടന് അന്നത്തെ ആരെങ്കിലും പേരറിയാം? പേരുണ്ട്, ഏറ്റവും അറിയാം. മാഷക്കറിയാം, രാജേഷ് മാഷ്, തിരുവനന്തപുരം കോഴിക്കോട്. പിന്നെ സുധീഷ്, ഷാനവാസ്, നിങ്ങള്, പിന്നെ പെൺകുട്ടിയുടെ സ്വപ്നം ഉണ്ടായിരുന്നു, ജിജിഷ, പിന്നെ കുറെ പേരുകളൊക്കെ കുറെ പേരുകൾ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്നത്തെ ആ പഴയ ടീമിൽ 1999 അന്ന് ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ടീമിനെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ അന്നത്തെ ഈ 1999 ഡാൻസ് ടീമാണ്. ഇപ്പൊ രാജീവേട്ടന് ഇവരെയൊക്കെ ഓർമ്മ ഉണ്ടോ? ഓർമ്മയുണ്ട്. ഇവരൊക്കെ പേരൊന്ന് പറയാൻ പറ്റും? ജിജിഷ അല്ലേ, സ്വപ്ന, രമ്യമോള്, സുജീഷ്, രാകേഷ്, സുനി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ അന്നത്തെ. ഇതൊന്നല്ല, ഇനിയും ടീമുണ്ട്, പക്ഷെ അവരൊന്നും കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ നമുക്ക് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു മാഷുണ്ടായിരുന്നു. ആ മാഷും കൂടി നമുക്ക് ഈ ഇതിലേക്ക് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച രാജേഷ് മാഷ്. പിന്നെ രാജേഷ് മാഷ് എന്താ സ്ഥിതി, ഇവരെ ഒക്കെ ഇങ്ങനെയൊക്കെ സ്ഥിതികളൊക്കെ അറിയാം? അറിയോന്ന് വെച്ചാൽ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരെ പരിചയം അറിയും. പിന്നെ സുജീഷിനെ ആദ്യം അറിയുന്നതാണ്. പിന്നെ സുജീഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് സുജീഷ്. പിന്നെ സതീശൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ അതിൽ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ സുന്ദർ മഹലിന് കോസ്റ്റ്യൂംസ് എടുക്കാൻ പോകുമ്പോഴും വൈഫും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഫേസ് കണ്ടപ്പോൾ തന്നെ എത്രയോ കാലം ബാക്കിലേക്ക് പോയി. ഇത്ര വലുപ്പമുള്ളപ്പോ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. ഇന്നിപ്പോ ഒരിക്കൽ 2-3 കുട്ടികളായി. എന്തായാലും വളരെയധികം സന്തോഷം. ഇങ്ങനൊരു സംരംഭം, ഒരു ഗ്രൂപ്പ് ഇട്ടായതും സതീശന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, അതേപോലെ തന്നെ നമ്മുടെ സുൽഫിക്ക, നമ്മളെ പ്രമോ ടാർജറ്റിൻ്റെ നാട്യകലാലയത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ള സുൽഫിക്ക. പിന്നെ അതിലുപരി ഇന്നെ ഇവിടേക്കൊക്കെ എത്തിച്ചത് എൻ്റെ ഒരു ആശാണ്ട് ഡാൻസ് മാസ്റ്റർ സുധി സാറ്. മാഷാണ് ഇന്ന് എല്ലാവരെയും ഒരു ബന്ധം സ്ഥാപിച്ചത്. അതിപ്പോ ഇത്രയും വർഷങ്ങൾ, 28 വർഷത്തോളായി അല്ലേ? 28 വർഷത്തിന്റെ അടുത്തായി ഏകദേശം. 28 വർഷത്തിന് ശേഷമാണ് അവരെ ഈ ആൾക്കാരെ മൊത്തത്തിൽ കാണുന്നത്. അതിന്റെ മുമ്പേ 2-3 ആൾക്കാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഫേസ്ബുക്കായിട്ടും ഒക്കെ മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ലേഡീസിനെ, കുട്ടികളെ, ചെറിയ കുട്ടികളെ, ഇപ്പോഴും കുട്ടികളാണ്, അത്രയും വളർന്ന് വലുതായി ഒന്നും
ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ എത്രയോ ചെറുതായിരുന്നു, എത്ര ചെറുതായിരുന്നു. വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു അപ്പൊ ഇതിന് മെയിനായിട്ടുള്ള കാരണക്കാരൻ ഇയാളാണ്. നമ്മളെല്ലാരും ഒന്ന് രാജീവിനെ കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഒരു പരിചയം തോന്നിയിട്ടില്ല. കാരണം പ്രായം കൊണ്ട് ഞാൻ ഇത്രയും പ്രായമുള്ള ആള് പഠിപ്പിച്ചിരുന്നു. പക്ഷെ എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇന്ന് തൊട്ടടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് ആ ഫിഗർ എന്റെ മൈൻഡിൽ വന്നത്. ഭയങ്കര സന്തോഷം. പിന്നെ സതീശന്റെ ഈ ക്ലാസിക്കൽ കലാക്ഷേത്ര നല്ലൊരു രീതിയിലേക്ക് വളർന്നു വരട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യുന്നു. പിന്നെ നമ്മളെ ആ ബാച്ചിലുള്ള എല്ലാ കുട്ടികളെയും കൂടുതൽ കൂട്ടി ഒരു വലിയൊരു ഗ്രൂപ്പാക്കി മാറ്റി എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളും ബന്ധങ്ങൾ ഒരിക്കലും നശിക്കരുത്, എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഫസ്റ്റ് ഡാൻസ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഫസ്റ്റായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച പാട്ട് മാഷിക്കാർ എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റായിട്ട് ഞാൻ പഠിച്ച പാട്ട് സലാം ഗുലാം ഗുലാം സലാം ഗുലാം. അതിന്റെ ഫസ്റ്റിലെ സ്റ്റെപ്പ് ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ 1 2 3 4 1 2 3 4 ടക് 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 ടക്. ഈ ഒരു സാധനമാണ് ഞാൻ ഫസ്റ്റായിട്ട് പഠിച്ചത്. പക്ഷെ അന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു അന്ന് കളിച്ചിരുന്നത്. ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ബാക്കിലാണ് കളിച്ചത്. അതൊരു 3-4 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ലിയറായി വന്നുകൊണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലെത്തി. പിന്നെ മാഷടുത്തേക്ക് സാധനങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്ത് കുട്ടികളെ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ കാസറ്റ് ഒക്കെ ഞാനാ കൊണ്ടുവരാം. കാസറ്റ് ഞാനൊരു ഇതിൽ പാക്ക് ചെയ്തിട്ട്, അന്ന് പണ്ട് കാസറ്റ് ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മൊബൈലിലുള്ള മാതിരിയല്ല, കാസറ്റ് നല്ല സെറ്റപ്പ് ആക്കി മാഷ് അവിടുന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നില്ല. ഒക്കെ എൻ്റെ അടുത്ത് അന്നുണ്ടാവില്ല. ഓർമ്മയുണ്ട്, മാഷൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അന്നൊക്കെ പഠിച്ചത് കാര്യങ്ങളൊക്കെ? ഏതാ ഫസ്റ്റ് പഠിച്ച പാട്ട്? നന്ദലാല എന്ന സോങ്. ഈ പഠിച്ചതോ? ഓർമ്മയില്ല. ശുക്രിയ പഠിച്ചത്. ഇവിടെന്നോ? പൂക്കാരി എന്ന സോങ്ങാണ് പഠിച്ചത്. ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവരാരും ഓർമ്മയില്ല, കുറച്ചു പേരിങ്ങനെ ഓർക്കുന്നില്ല. ഇപ്പോൾ ഈ എൻ്റെ സ്റ്റുഡൻസിൽ ഇപ്പോഴും പ്രൊഫഷണലായിട്ട് ഈ ഒരു ഡാൻസും കാര്യങ്ങളും കൊണ്ടുപോകുന്നത് സതീശൻ മാത്രമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ ഈ ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി പല സ്ഥലങ്ങളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചില അധികം ആൾക്കാരും മാസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇടവണ്ണപ്പാറയിൽ നീ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? നമ്മൾ ആ ബാച്ചിൽ എപ്പോഴും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. വളരെ സന്തോഷമുണ്ട്. അതേമാതിരി തന്നെ എൻ്റെ ആശാന്റെ കീഴിൽ ഞാൻ 8-9 വർഷത്തോളം വാല് പോലെ നടന്ന് ഒരുപാട് സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇന്നും ഡാൻസായിട്ട് പോകുന്നു. ഇന്നും ഞാനും എൻ്റെ ആശാനും കൂടി ഒരേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, സുധി മാസ്റ്ററും കൂടി ഒരേ സ്കൂളിൽ പഠിക്കുന്നു. ഞാനും സുധി മാസ്റ്റർ ശിഷ്യനായിട്ട് ഇപ്പോഴും ഞാൻ പ്രോഗ്രാമിന് ചെയ്യുന്നു. ആ ഒരു നല്ല ബന്ധം എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ശിഷ്യനാണിത്. നല്ല നല്ല ഉയരങ്ങളിൽ എത്തിപ്പെടട്ടെ. പിന്നെ ഇവരൊക്കെ ഈ നമ്മളെ ഈ പെൺകുട്ടികളൊക്കെ ചെറുതായെന്ന് ഇവര് ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറ്റ ചെറുതാ. അന്ന് എത്ര വയസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ സംഭവത്തില് 14 വയസ്സിലാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങുന്നത്. മാഷെടുത്ത് 14 വയസ്സിൽ. അപ്പോ ഇവര് വരുമ്പോ ചെറിയ കുട്ടികളായിരുന്നു. ഇവരെ കൊണ്ടുവന്നിരുന്നത് അമ്മമാരായിരുന്നു. അപ്പൊ നമുക്ക് അമ്മമാരെ ഒന്ന് വെൽക്കം ചെയ്യാം. കുട്ടികളൊക്കെ കണ്ടപ്പോ വളരെ സന്തോഷമായി. എത്രയോ കാലായില്ലേ കണ്ടിട്ട്. ആ നല്ലൊരു കുടുംബല്ലേ ഇനിയോ. അപ്പൊ മക്കളൊക്കെ കണ്ടപ്പോ പറയാൻ പറ്റാത്തൊരു സന്തോഷം. അന്നത്തെ ഒരു ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇന്നിപ്പോ എല്ലാരും ഇങ്ങനെ അവിടെ ഇവിടെ വെച്ച് കാണും. നിങ്ങളൊക്കെ മൊബൈലിൽ കൂടെ അങ്ങനെ വർത്തമാനം പറയലുള്ളൂ. എന്നല്ല, അന്ന് നമ്മൾ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് എല്ലാ പരിപാടിക്കും പോയി വളരെ സന്തോഷമുള്ളൊരു സമയം. സന്തോഷമൊക്കെ പോയിപ്പോ ഇന്നിപ്പോ അന്നത്തെ അതേ ഒരു ഫീലാ വന്നത് മനസ്സിന്. ഭയങ്കര ഇന്നത്തെ ദിവസം ആശ കൂടെ കണ്ടപ്പോ സന്തോഷമായി. പിന്നെ ശിവ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മോനാണ് മൂത്തത്, മോളില്ല. 3 കുട്ടികളുണ്ട്. സ്വപ്ന? എനിക്ക് 3 മക്കളുണ്ട്. അപ്പം മോള് ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ മോളൊരു മഴവിൽ മനോരമയില് 3 വർഷമായിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓളെയും കൊണ്ട് നടക്കുന്ന ഷൂട്ടിന് വേണ്ടിയിട്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും അറിയാൻ മതി അമ്മയാണ് തുമ്പി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീച്ച് കിട്ടുന്ന കുട്ടിയാണ്. അമ്മയ എവിടെ? അമ്മയെ വരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മയ. നിങ്ങൾ എല്ലാവരും അറിയാം അമ്മയെ. ഇപ്പൊ എന്തൊക്കെയാണ് അമ്മയെ കുറിച്ച് പറയാനുള്ളത്? അമ്മയെ 3 വർഷമായിട്ട് ടിക്ടോക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം 3 വർഷമായിട്ട് മഴവിൽ മനോരമയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3-4 സിനിമകൾ ചെയ്ത് പിന്നെ പല ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷൂട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിനക്ക് എത്തിപ്പെടാത്തതൊക്കെ അതെ അതെ അമ്മന്റെ ആഗ്രഹങ്ങളൊക്കെ നീ തീർക്കണം. സുഖം, എല്ലാരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാനൊരു ടീച്ചറാണ്, ഭയങ്കര വിദ്യാർത്ഥി. അപ്പൊ രാത്രി പിന്നെ ഇവിടെ നോക്കാം. നീ എന്താ ചെയ്യുന്നു? ഞാനൊരു കമ്പനി വർക്ക് ചെയ്യാണ്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. പിന്നെ ഡാൻസ് ഫീൽഡൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കുറേ ആയി. പിന്നെ ഇടയ്ക്ക് സതീഷിന്റെ അടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യും ചില ടൈമിലൊക്കെ. പിന്നെ ഞാൻ പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോർട്രേറ്റ് ജോലി ചെയ്യും. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഡാൻസും കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് സതീഷിന്റെ ഒരു ഡാൻസ് ക്ലാസ്സിൽ വന്ന് ഡാൻസ് കാണും, അത്ര തന്നെ. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കണ്ടത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ മാർബിളിൻ്റെ വർക്കായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ പെയിന്റിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഡാൻസ് അന്നത്തോടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി തുടങ്ങണം എന്നുള്ള താല്പര്യമുണ്ട്. അത് ഇനിയും അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സൈറ്റിൽ ഫോർമാനായിട്ടാണ്. അപ്പോൾ ഡാൻസും പരിപാടിയൊന്നുമില്ല, കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. രാജുവേട്ടൻ്റെ ഒരു ചെറിയൊരു സോങ് പഠിപ്പിക്കാം നമുക്ക്. രാജുവേട്ടൻ റെഡിയല്ലേ? காதலை கட்டும் தலைவே வளர்ந்து போச்சு சயின்ஸ் கொஞ்சி போச்சு காதல் செஞ்சு கத்துக்க நல்ல வயசு குண்டு மல்லியே லவ் யூ சொல்லடி பேபி பேபி ஃபேர் லவ்லியே குண்டு மல்லியே லவ் யூ சொல்லடி பேபி பேபி குலுங்கி நீ வரும்போது வெல்வெட்டு இடுப்புல வழுக்குது மனசு சினுங்கி சினுங்கி சிலுக்குற போது வீட்டுல கொஞ்சம் உருகுது வயசு என்னோட மனசில் நீ வந்து பாரு எங்கேயும் இல்ல என்ன போல ஆளு சொல்லடி ஹலோ எனக்கு வேற லவ்லியே குண்டு மல்லியே லவ் யூ சொல்லடி